ശാലോം പ്രേക്ഷകർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും. ഒക്ടോബർ 1 വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ തിരുനാൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ പരിചയമില്ലാത്തവർ ആരുമില്ല. സ്വർഗത്തിൻ്റെ റാണിയാണ്, ഭൂമിയിലെ റാണിയായിരുന്നു എന്നതുപോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. എല്ലാവരും സ്നേഹിക്കുകയും അവളുടെ ജീവചരിത്രം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അവളുടെ തിരുനാൾ പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. വിശുദ്ധയുടെ പുസ്തകങ്ങൾ ധാരാളം രചിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ എഴുതിയ പുസ്തകവും വിശുദ്ധയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും അവ നമുക്കെല്ലാവർക്കും വളരെ ഹൃദിസ്ഥമാണ്, പരിചയമുള്ളതാണ്. ഒരു കാര്യം മാത്രമേ ഈ തിരുനാൾ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം നമുക്ക് പരിചയമുള്ളതാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പഴയ നിയമത്തിൽ നിന്നുള്ള വാക്കുകൾ അടർത്തിയെടുത്താണ് ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നാം എല്ലാവരും പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. പരിപൂർണത എന്നാൽ എന്താണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെയും ശിഷ്ടന്മാരുടെ മേൽ വെയിൽ ഉദിപ്പിക്കുന്ന, നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുന്ന ദൈവത്തിൻ്റെ കരുണയും നീതിയും. അതാണ് വിശുദ്ധിയുടെ ലക്ഷണം. നമ്മെ സമീപിക്കുന്ന, നാം കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ, സമീപിക്കുന്ന ആളുകൾ, ഇടപഴകുന്ന ആളുകൾ, ഏത് സാഹചര്യങ്ങളും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുന്ന, അവരോട് കാരുണ്യത്തോടെ ഇടപെടുന്ന ജീവിതം. അതാണ് പരിപൂർണത എന്ന് പറയുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതം ഈ പരിപൂർണതയായിരുന്നു. വളരെ ഹ്രസ്വമായ ജീവിതം. ആ ജീവിതം മഠത്തിൻ്റെ കൽമതിലുകൾക്കുള്ളിൽ ജീവിതം, വെറും 24 വർഷത്തെ ജീവിതം അവസാനിച്ച പുണ്യചരിത. എങ്ങനെ അവൾ സ്വർഗത്തിൽ നിന്ന് പൂക്കൾ വർഷിക്കുന്നു? ദൈവം നമുക്ക് നൽകിയ അമൂല്യമായ രത്നമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ വിശുദ്ധിയിലൂടെ ദൈവം നൽകിയ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ദൈവം നമുക്കെല്ലാവർക്കുമായി തന്ന വിളക്കാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. പ്രകാശം, മാർഗദീപം, വിളക്കുമരം. അത് കാണാതെ പോകുന്നത് നമുക്ക് നഷ്ടമാണ്. അത് ഉൾക്കൊള്ളാതെ നാം മറക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ അന്വേഷിക്കാത്തതാണ്. വിശുദ്ധിയുടെ ജീവിതം നമുക്ക് നന്നായിട്ടറിയാം. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. 1873 ജനുവരി 2-ാം തീയതി ലൂയി മാർട്ടിൻ്റെയും സെലിൻ ഗെരിൻ്റെയും 9ാമത്തെ മകളായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ ജനിക്കുകയാണ്. അലൻസോൺ, ഫ്രാൻസിലെ അലൻസോൺ എന്ന കൊച്ചു ഗ്രാമം. നിർഭാഗ്യവശാൽ 4ാമത്തെ വയസ്സായപ്പോഴേക്കും സെലിൻ ഗെരിൻ മരിച്ചു. മാതാപിതാക്കൾ രണ്ടുപേരെയും വിശുദ്ധരാക്കിയെന്ന് നമുക്കറിയാം. വിശുദ്ധയായ അമ്മ വിശുദ്ധയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. പിന്നീടുള്ള വിശുദ്ധയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. എന്നാൽ സ്വർഗത്തിൻ്റെ സ്നേഹം മുഴുവനും ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട അപ്പച്ചനിൽ, ലൂയി മാർട്ടിനിൽ. അമ്മ നൽകാത്ത സ്നേഹം മുഴുവനും ആ അപ്പച്ചനും സഹോദരങ്ങളും വിശുദ്ധയ്ക്ക് നൽകിയെന്ന് വിശുദ്ധയുടെ തന്നെ ആത്മകഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നീട് കൊച്ചു ജീവിതം, 15 വയസ്സ് വരെയുള്ള ഹ്രസ്വമായ ജീവിതം മുഴുവനും ദൈവസ്നേഹത്തിൽ നിറഞ്ഞതായിരുന്നു. അവളുടെ സഹോദരിമാർ, മൂത്ത സഹോദരിമാർ മരിയ, പൗളിൻ, ലയോനിൻ, സെലിൻ, മൂത്ത സഹോദരിമാർ എല്ലാവരോടും ഉണ്ടായിരുന്ന അവളുടെ വാത്സല്യം എൻ്റെ ആത്മകഥയിൽ നിന്ന് നമുക്കറിയാം. സഹോദരങ്ങൾ 4 പേര് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നീട് ഈ 5 പേര് അവരുടെ വളരെ സന്തോഷകരമായ ജീവിതം. അവരുടെ സഹോദരിമാർ, ആദ്യം പൗളിൻ, പിന്നെ മരിയ,
തുടർന്ന് ലയോനി മഠത്തിലേക്കുള്ള ഘോഷയാത്ര, തുടർന്ന് 15 വയസ്സാകുമ്പോഴേക്കും തൊട്ടടുത്തുള്ള 1 കിലോമീറ്റർ 2 കിലോമീറ്റർ തൊട്ടടുത്തുള്ള മിണ്ടാമഠത്തിൽ, കർമ്മലിത്ത ആധ്യാത്മികതയിലുള്ള മിണ്ടാമഠത്തിൽ ചേരണമെന്ന അവളുടെ വലിയ ആഗ്രഹം. അതിന് നിയമം അനുവദിക്കുന്നില്ല. 21 വയസ്സ് കഴിയാതെ മിണ്ടാമഠത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ലൗകികമായി ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ശരി തന്നെ. എന്നാൽ ദൈവത്തിൻ്റെ വഴികൾ അല്ലല്ലോ മനുഷ്യൻ്റേത്. പ്രത്യേകമായി മാർപ്പാപ്പയിൽ നിന്ന് നേരിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ അനുവാദം ചോദിച്ചു. എനിക്ക് എത്രയും വേഗം എൻ്റെ ദിവ്യമണവാളിന് പൂർണ്ണമായിട്ടും സമർപ്പിക്കണം, അതിനുള്ള അവകാശം എനിക്ക് തരണം. എൻ്റെ ജീവിതം അതിനായിട്ടുള്ളതാണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ 15 വയസ്സ് കഴിഞ്ഞപ്പോൾ 1888 തൊട്ടടുത്തുള്ള കർമ്മലീത്ത മിണ്ടാമഠത്തിൽ അവൾ അംഗമായി തീർന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ വ്രതം സ്വീകരിച്ചു. വളരെ ഹ്രസ്വമായിരുന്നു അവളുടെ ജീവിതം. 94 തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ മരിക്കുന്നു. ആ അവസരമായപ്പോഴേക്കും അവൾക്ക് പതുക്കെ രോഗം തുടങ്ങി. ക്ഷയം, ആദ്യം തൊണ്ടവേദന തുടങ്ങി, പിന്നീട് തുടർന്നുള്ള രോഗങ്ങളും. അപ്രതീക്ഷിതമായിട്ട് ആരും പ്രതീക്ഷിക്കാത്തതുപോലെ 1897 സെപ്റ്റംബർ 30 നിത്യതയിലേക്ക് വിശുദ്ധ വിളിക്കപ്പെട്ടു. 24 വയസ്സ് കഴിഞ്ഞപ്പോൾ. അപ്രതീക്ഷിതമായ യാത്ര ആരെയും അമ്പരിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുറച്ച് നാളുകളായിട്ട് രോഗിണി ആയിരുന്നതുകൊണ്ട് രോഗം പ്രതീക്ഷിച്ചു, മരണം അടുത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ തുടർന്നുള്ള ജീവിതമാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചത്. 1 വർഷത്തിനുള്ളിൽ വിശുദ്ധ കോറിയിട്ട അവളുടെ ആത്മീയ ചിന്തകൾ, തൻ്റെ ആത്മീയ യാത്ര, ജേർണി ഓഫ് എ സോൾ, ഒരാത്മാവിൻ്റെ കഥ, യാത്ര, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആദ്യം 1000 കോപ്പി, 2000 കോപ്പി അടിച്ചു. തുടർന്ന് വളരെ തൊട്ട നാളുകളിൽ തന്നെ എത്രയോ പതിപ്പുകൾ വിവിധ ഭാഷകളിൽ പുറത്തേക്ക് വന്നു. അതെല്ലാവരും വലിയ ആവേശത്തോടുകൂടി, മാർപ്പാപ്പമാർ മുതൽ അങ്ങ് താഴെ തട്ടിലുള്ള സാധാരണക്കാർ വരെ അത് ആവേശത്തോടുകൂടി സ്വീകരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവൾ ധന്യയായി, വാഴ്ത്തപ്പെട്ടവളായി വിശുദ്ധിയുടെ പദവിയിലേക്ക് എത്തുകയും ചെയ്തു. 1923 വിശുദ്ധയായിട്ട് അവൾ പ്രഖ്യാപിക്കപ്പെട്ടു. എത്ര പെട്ടെന്നാണ് അവളുടെ ജീവിതം! വെറും 28 വർഷം കൊണ്ട് മരിച്ച് സഹോദരിമാരെല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ അവൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 1997 ഒക്ടോബർ 17 33ാമത്തെ വേദപാരംഗതയായി അവൾ പ്രഖ്യാപിക്കപ്പെട്ടു. എത്രയോ അത്ഭുതമാണ് അവളുടെ കൊച്ചു ജീവിതം. ആ കൊച്ചു ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതാണ് ഈ തിരുനാളിൻ്റെ സവിശേഷത. വലിയ കാര്യങ്ങൾ വിശുദ്ധ ചെയ്തോ? ഒരിക്കലുമില്ല. വിശുദ്ധയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നത് ഒരു കാര്യം, കുറുക്ക് വഴികളുടെ മധ്യസ്ഥ. വിശുദ്ധയുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം എന്താണ്? എനിക്കൊരു വിശുദ്ധയായിത്തീരണം. ആ വിശുദ്ധ ജീവിതമാണ് വിശുദ്ധ ആഗ്രഹിച്ചത്. എന്നാൽ മഠത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ വിശുദ്ധയ്ക്ക് മനസ്സിലായി, താൻ കരുതിയതുപോലെ, സ്വപ്നം കണ്ടതുപോലെ ഒരു വിശുദ്ധയാകാൻ എനിക്ക് കഴിയുകയില്ല. സ്വപ്നം കണ്ടുതരുന്നത് എങ്ങനെയൊരു വിശുദ്ധയാണ്? താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന അമ്മ ത്രേസ്യയെ പോലെ വലിയൊരു മിസ്റ്റിക്ക്, വിശുദ്ധ ജോണോ ക്രോസിനെ പോലെ വലിയൊരു വിശുദ്ധൻ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ഒരു വിശുദ്ധൻ, വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ പോലെ വലിയ മിഷണറി ആയിട്ടുള്ള ഒരു വിശുദ്ധ, വലിയ വിശുദ്ധയായി തീരണം എന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അവൾക്കത് സാധിച്ചില്ല. അവൾ നിരാശപ്പെടുന്നുണ്ട്. കാരണം അവൾ പറയുകയാണ്, ഞാൻ പള്ളിയിലിരുന്ന് ഉറങ്ങിപ്പോകുന്നു, ഞാൻ പ്രാർത്ഥനയുടെ സമയത്ത് ഉറങ്ങിപ്പോവുകയാണ്. ചിലപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് മനസ്സിൽ അരിശം വരുന്നു. എൻ്റെ പ്രവൃത്തികൾ ചിലപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കാതെ എന്നെ കുറ്റപ്പെടുത്തുന്നു. കൊച്ചു കൊച്ചു തെറ്റുകൾ, എനിക്കെങ്ങനെ വിശുദ്ധയായി തീരുവാൻ സാധിക്കും? അപ്പോൾ വിശുദ്ധയുടെ മനസ്സിലേക്ക് ഈശോ പറഞ്ഞു കൊടുത്ത വഴിയാണ്, കുറുക്ക് വഴിയാണ് അവൾ നമുക്ക് പറഞ്ഞു തരിക. എന്താണ് ആ കുറുക്ക് വഴി? വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ്,
വിശുദ്ധിയുടെ ആഗ്രഹം മത്തായിയുടെ സുവിശേഷം 5:48 പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ. പരിപൂർണത, വിശുദ്ധി. എന്നാൽ ഈശോ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ, ഈശോ പഠിപ്പിക്കുകയാണ്. ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ, നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കുവിൻ. അമ്മ ഒരു കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുമോ? അതായത് ദൈവത്തിനിഷ്ടം കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളായിരിക്കുവാൻ പരിശ്രമിക്കുക. ആത്മീയ ജീവിതത്തിൽ ശിശുക്കളായിരിക്കുക. ശിശുത്വം, നൈർമല്യം ഇത് പുലർത്തുക. ഇത് എങ്ങനെയാണ് സാധിക്കുക? അതിന് വിശുദ്ധ എളുപ്പവഴി പറയുന്നുണ്ട്. ഗോവണി കയറി മുകളിൽ നിലയിലേക്ക് കയറിപ്പോകാം. അപ്പം മുകളിലുള്ള നില കയറുന്നതിന് വേണ്ടി ഗോവണി നമ്മെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ആ ഗോവണി അല്ലാതെ ചില സമയത്ത് എലിവേറ്ററുകളുണ്ട്, ലിഫ്റ്റ്. അതിലൂടെ കയറിപ്പോയാൽ അതിൽ കയറി നിന്നാൽ മതി, തനിയെ അത് മുകളിലേക്ക് എത്തും. അപ്പോൾ വിശുദ്ധ പറയുകയാണ്, ഗോവണി നടന്ന് കയറുന്ന ആളുകളുണ്ട്. എന്നാൽ ആത്മീയ ശിശുത്വം കുറുക്കുവഴി പാലിക്കുകയാണെങ്കിൽ ഒന്നും നമുക്കറിയേണ്ട, നിന്നു കൊടുത്താൽ മതി. അത് നമ്മെ ഉയരത്തിലേക്ക് എത്തിക്കും, വിശുദ്ധിയിലേക്ക് എത്തിക്കും. എന്താണ് ആ കുറുക്കുവഴി? ആ കുറുക്കുവഴിയാണ് അവൾ നമുക്ക് പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ തൻ്റെ തന്നെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് വലിയൊരു നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നുണ്ട് ഒരിക്കൽ. അത് ഇപ്രകാരമാണ്: എനിക്ക് യഥാർത്ഥത്തിൽ ഈ മഠത്തിലേക്ക് വിളിയുണ്ടോ? അവൾ ചോദിക്കുന്നുണ്ട്. തൻ്റെ നവമാലിക ജേണി ഓഫ് എ സോൾ തൻ്റെ ആത്മകഥയിൽ ഇപ്രകാരം എഴുതി വെക്കുകയാണ് അവൾ. എനിക്ക് യഥാർത്ഥത്തിലുള്ളൊരു വിളിയുണ്ടോ? എനിക്ക് വിളിയുണ്ടെന്നുള്ളത് ഉറപ്പ്. എന്നാൽ എനിക്ക് എന്തിനുള്ള വിളിയാണുള്ളത്? കർമ്മലീത്ത മഠത്തിലേക്കുള്ളൊരു വിളിയാണോ? അതെയല്ലോ. ഞാൻ കർമ്മലീത്ത സന്യാസ സമൂഹ അംഗമാണല്ലോ. ഒരു സന്യാസിനിയാകാനുള്ള വിളിയാണോ? അതെയല്ലോ. ഞാനൊരു സന്യാസിനിയാണല്ലോ. ഒരു അധ്യാപികയാകാനുള്ള വിളിയുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ഇവിടെയുള്ള അർത്ഥിനികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാനൊരു അധ്യാപികയാണ്. ഒരമ്മയാകാനുള്ള വിളി എനിക്കുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ആത്മാക്കളുടെ അമ്മയാണല്ലോ. ഒരു രക്തസാക്ഷിണിയാകാനുള്ള വിളി എനിക്കുണ്ടോ? അതെ, ഞാനൊരു രക്തസാക്ഷിണിയാകാൻ എവിടെയും പോകും. ഞാൻ സുവിശേഷം പ്രസംഗിക്കും, രക്തസാക്ഷിണിയാകും. അതിനുള്ള ഒരുക്കം എനിക്കുണ്ട്. ഒരു മിഷണറി ആകുവാനുള്ള വിളി എനിക്കുണ്ടല്ലോ. ഉണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ തെക്കേ അമേരിക്കയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു വൈദികനാകാനുള്ള വിളിയും ഉണ്ടെന്ന് എനിക്കിടയ്ക്ക് എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ട്. ഞാൻ ആകെ വിഷമിക്കുകയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ വിളി എന്താണ്? അതെനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഒരു കപ്പൽ നടുക്കടലിൽ, അതിൻ്റെ കപ്പിത്താന് വിളക്കുമരം കാണുന്നതേയില്ല. എങ്ങനെ നയിക്കും കപ്പലിനെ? എവിടെയാണ് കര? അങ്ങനെ ഉഴലുന്ന പതറുന്ന കപ്പിത്താനെ പോലെ ഞാൻ ആകുകയാണ്. എന്താണ് എൻ്റെ ദൈവവിളി? അങ്ങകലെ ഒരു വിളക്കുമരം കാണുമ്പോൾ ആ കപ്പിത്താൻ എത്ര സന്തോഷമുണ്ടാകും? അതേ സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ ദൈവവിളി കണ്ടെത്തി. അതാണ് ദൈവസ്നേഹം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ദൈവവിളി കണ്ടെത്തി. അത് നേരത്തെ ഉണ്ടായിരുന്നു, എങ്കിലും വിശുദ്ധ നമ്മോട് പങ്കുവെക്കുകയാണ്. ഇത്തരം പിശാചിൻ്റെ തിന്മകളുടെ ശക്തികളുടെ സ്വാധീനം നമ്മിലേക്ക് കടന്നു വരും. നമ്മുടെ വിശ്വാസ തലത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ, എല്ലാ മേഖലകളിലും യഥാർത്ഥത്തിലുള്ള നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ, ഏതാണ് എൻ്റെ ദൗത്യമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, തെറ്റിദ്ധരിച്ചിട്ട് ആ വഴിയെ പോകുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമുക്ക് കുടുംബജീവിതം മടുത്തു എന്ന് വിചാരിക്കുന്നവരുണ്ട്. സമർപ്പിത ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെ കലപ്പയിൽ കൈവച്ച ശേഷം പിന്തിരിഞ്ഞു നോക്കുന്നവരുണ്ട്. കുടുംബജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും. എന്തുകൊണ്ടാണ്? യഥാർത്ഥ വിളി എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അതാണ് വിശുദ്ധിയുടെ കുറുക്ക് വഴി. അതേതാണ് ആ വഴി? ദൈവസ്നേഹം. എല്ലാം ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുക. വിശുദ്ധ പഠിപ്പിക്കുകയാണ്, എല്ലാം ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുക. അത് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി. വിശുദ്ധ തൻ്റെ ജീവിതത്തിൽ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് കുറുക്കുവഴിയായിട്ട് രൂപാന്തരപ്പെട്ടു. ആ കുറുക്കുവഴി നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നമ്മോട് ആവശ്യപ്പെടുന്നു, ഈ കുറുക്കുവഴിയെ യാത്ര ചെയ്യൂ.
സന്യാസ സമൂഹ ജീവിതത്തിൽ ഈ കുറുക്കുവഴി വിശുദ്ധ വളരെ എളുപ്പത്തിൽ പരിശീലിച്ചിരുന്നു, പ്രായോഗിക തലത്തിൽ വരുത്തിയിരുന്നു. നമ്മോടും അതുതന്നെയാണ് വിശുദ്ധ പറയുന്നത്. പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായി ചാപ്പലിൽ ഇരിക്കുകയാണ്. വളരെ നിശബ്ദമായ നിമിഷങ്ങൾ, ആഴത്തിലുള്ള ധ്യാനം, മൗനം, 1 മണിക്കൂർ സമയം ആരും സംസാരിക്കുന്നില്ല. യേശുവുമായിട്ടുള്ള ഒന്ന് ചേരുന്ന നിമിഷം. തൊട്ടടുത്തുള്ള സഹോദരി, അവർക്ക് ഇത്തിരി മാനസികമായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സഹോദരി ഇടയ്ക്കിടയ്ക്ക് പല്ല് കൂട്ടി ഇടിപ്പിക്കുക. അപ്പോൾ ചെറിയൊരു ശബ്ദം, അതിങ്ങനെ ഉരയ്ക്കുമ്പോൾ, പല്ലിങ്ങനെ ഉരപ്പിക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദം, കിരികിരി എന്നൊരു ശബ്ദം. ദൂരെയൊന്നും കേട്ടുകൂടാ, തൊട്ടടുത്തിരിക്കുന്ന വിശുദ്ധിക്ക് അത് കേൾക്കാം. വലിയ ശല്യം. അവരോട് എന്ത് പറയും? ഒട്ടും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. മടുത്തു. എല്ലാ ദിവസവും ഈ തൊട്ടടുത്തിരിക്കുന്ന സഹോദരി പരിപൂർണ നിശബ്ദതയുടെയും ദൈവവുമായി ഒന്നായി ചേരേണ്ട നിമിഷങ്ങളിൽ ഒരു വികൃതമായ ശബ്ദം കേൾപ്പിക്കുക. അവൾക്ക് മനസ്സിൽ വെറുപ്പ്, നിരാശ, പല വികാരങ്ങൾ കടന്നു വന്നു. പക്ഷേ തൻ്റെ കുറുക്കുവഴി ദൈവസ്നേഹം അവൾക്ക് മനസ്സിലായി. അവൾ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? വിശുദ്ധ അവൻ തൊട്ടടുത്തിരിക്കുന്ന സഹോദരി പുറപ്പെടുവിക്കുന്ന വികൃതമായ സ്വരം ഒരു ഗിറ്റാറിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സംഗീതമായിട്ട്, നാദമായിട്ട് വിശുദ്ധയ്ക്ക് തോന്നി. ദൈവിക ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം അവിടെ നിന്ന് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ സംഗീതം അത് മനസ്സിലാക്കി, അത് ദൈവത്തിൻ്റെ സംഗീതമാണെന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ വിശുദ്ധയ്ക്ക് എത്രയോ വലിയ ആഹ്ലാദം. ആ ശബ്ദം തന്നിൽ വെറുപ്പുളവാക്കുന്നതിന് പകരം മാധുര്യം, ദൈവസ്നേഹത്തിലേക്ക് ചാലിച്ചപ്പോൾ തൊട്ടടുത്തിരുന്ന മാനസിക രോഗി അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കണ്ടോ, എന്തൊരു കുറുക്കുവഴിയാണ്, എളുപ്പമുള്ള വഴി. അതാണ് വിശുദ്ധയുടെ വഴി. അലക്കുമ്പോൾ തൊട്ടടുത്തുള്ള സഹോദരി ഒട്ടും തന്നെ ശ്രദ്ധയില്ലാതെ തുണിയെടുത്ത് അലക്കുകയാണ്. അവൾ വളരെ വേഗത്തിൽ അലക്കുമ്പോൾ ആ ചെളിവെള്ളം, സോപ്പ് കലർന്ന വെള്ളം തൻ്റെ മുഖത്തേക്ക് തെറിക്കുന്നത് ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല. തൊട്ടടുത്ത സഹോദരിയോട് പെട്ടെന്ന് വെറുപ്പ് തോന്നി. ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞാനിവിടെ ഉണ്ടെന്നൊന്ന് തോന്നിയാൽ ഇത്തരം മോശമായ പ്രവൃത്തി ചെയ്യുമോ? അടുത്തുള്ള അപരനെയും കൂടെ പരിഗണിക്കാതെ എന്താണ്? സ്വാർത്ഥതയല്ലേ? ശ്രദ്ധക്കുറവ്. മനസ്സിലേക്ക് ചിന്തകൾ വന്നു. പക്ഷേ കുറുക്കുവഴി ദൈവസ്നേഹം, തൻ്റെ മുഖത്തേക്ക് വീഴുന്ന ചെളിവെള്ളം, ദൈവസ്നേഹത്തിൻ്റെ അവിടുത്തെ തിരുമുഖത്ത് നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ രക്തത്തുള്ളികളായിട്ട് അവൾ അനുഭവിക്കുവാൻ ഈശോ അവളോട് പറഞ്ഞു കൊടുത്തു, കാതിൽ മന്ത്രിച്ചു. അപ്പോൾ അവൾ എത്രയോ ആഹ്ലാദത്തോടു കൂടി ഓരോ തുള്ളി തൻ്റെ മുഖത്തേക്ക് വീഴുമ്പോഴും ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ തിരുമുഖത്ത് നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ കണ്ടോ. സ്നേഹത്തിൻ്റെ കുറുക്കുവഴി എത്ര മനോഹരമാണ് എന്ന് അതിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും. അവൾ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാനസികമായ സുഖമില്ലാത്ത ഒരു സന്യാസിനി ഉണ്ടായിരുന്നു. ആ സന്യാസിനി എപ്പോഴും വിശുദ്ധ കൊച്ചു തെരേസ്യയെ കാണുമ്പോൾ, കൊച്ചു തെരേസ്യ വളരെ ചെറുപ്പം, നല്ല ആഹ്ലാദമുള്ള, എപ്പോഴും സന്തോഷം, എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന പ്രകൃതം, അതിനുള്ള തമാശകളെല്ലാം വിശുദ്ധിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ എപ്പോഴും മറ്റുള്ളവർ വലിയ ഒച്ചത്തിൽ സംസാരിക്കുകയും മറ്റുള്ളവരോടൊപ്പം ചിരിച്ചും കളിച്ചും വലിയ സന്തോഷം ആ സമൂഹത്തിൽ അവൾക്ക് സൃഷ്ടിക്കുവാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് മാനസികമായി സ്വല്പം ബുദ്ധിമുട്ടുള്ള സന്യാസിനി എപ്പോഴും വിശുദ്ധയെ ഉപദ്രവിക്കുമായിരുന്നു. എങ്ങനെയാണ് ഉപദ്രവിക്കുക? കായികമായിട്ടല്ല ഉപദ്രവിക്കുന്നത്. പിന്നെ മുതിർന്നവർ ഇളയ സഹോദരിമാർക്ക് ഏതെങ്കിലും വിധത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, തിരുത്തലുകൾ നൽകുകയാണെങ്കിൽ, ആ മിണ്ടാമഠത്തിൻ്റെ നിയമം അനുസരിച്ച് അവർ ആ സന്യാസിനിയുടെ മുൻപിൽ നിലത്ത് ചുംബിക്കണം പരിഹാരമായിട്ട്. അപ്പോൾ ഈ കൊച്ചു തെരേസ്യയെ ഇഷ്ടമില്ലാതിരുന്ന ഈ സന്യാസിനി പുറത്ത് എവിടെയെങ്കിലും കണ്ടാൽ വേഗം തന്നെ സന്യാസിനിയെ കൊച്ചു തെരേസ്യയെ സമീപിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറ്റപ്പെടുത്തും. അപ്പോൾ നിയമമനുസരിച്ച് കൊച്ചു തെരേസ്യ നിലം ചുംബിക്കണം. അതിൽ ഒരാഹ്ലാദം കണ്ടെത്തുക. വിശുദ്ധിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്തൊരു സ്വാർത്ഥത, എന്തൊരു ക്രൂരത! ഞാനിതിനെ എങ്ങനെ പ്രതിരോധിക്കും? അവരോട് എങ്ങനെയാണ് ഇതിനെ എതിരിടുക? അവർക്ക് എങ്ങനെയാണ് ഇതിന് മറുപടി കൊടുക്കുക? ഈ ചിന്തകൾ വന്നു. കുറുക്കുവഴി, ഈശോ പറഞ്ഞു, കുറുക്കുവഴി നീ അത് സ്വീകരിക്കുക. വിശുദ്ധ ആ പ്രിയപ്പെട്ടവളെ കാണുമ്പോൾ, ആ മാനസിക രോഗിയായ
സന്യാസിനിയെ കാണുമ്പോൾ പ്രിയപ്പെട്ടവളായി കണക്കാക്കി. ഓരോ പ്രാവശ്യവും നിലം ചുംബിക്കുമ്പോൾ മനോഹരമായ ഒരു പുഷ്പം സക്രാരിയുടെ അടുത്ത് നിക്ഷേപിക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങി. നിലം ചുംബിക്കുമ്പോൾ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു മനോഹരമായ പുഷ്പം മദ്ബഹായിൽ സമർപ്പിക്കുക. അത് അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിശുദ്ധ കൊച്ചു ത്രേസ്യ എത്ര ഭംഗിയായിട്ട് അവൾക്ക് ചെയ്യുവാൻ സാധിച്ചു. അവൾ കാത്തു നിൽക്കുകയാണ് ഈ മനസ്സിന് സുഖമില്ലാതിരി സന്യാസിനി വരുന്നതിന് വേണ്ടി. എന്തെങ്കിലും പറയും, എനിക്കെൻ്റെ നാഥന് വേണ്ടി നിലം ചുംബിക്കാമല്ലോ, ഒരു പുഷ്പം സമർപ്പിക്കാമല്ലോ. നോക്ക് എന്താണ് ആ കുറുക്ക് വഴികൾ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ തൻ്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരുത്തി. അതാണ് കുറുക്ക് വഴി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എങ്ങനെയാണ് ഈ കുറുക്ക് വഴികൾ സ്വീകരിക്കേണ്ടത്? നാം കണ്ടുമുട്ടുന്ന കൊച്ചു സമൂഹമല്ലേ ഒരു കുടുംബം? നാം ജീവിക്കുന്ന സാഹചര്യം എല്ലാം ഒരു കൊച്ചു സമൂഹമാണ്. സമൂഹത്തിൽ മറ്റുള്ളവരുണ്ട്, മാനസിക രോഗികളുണ്ടാകാം, വ്യത്യസ്തമായ സംസ്കാരങ്ങളുണ്ടാകാം, നമ്മെ സ്വീകരിക്കാത്തവരുണ്ടാകാം. അപ്പോഴെല്ലാം അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുവാൻ സാധിക്കുക? എല്ലാം ദൈവസ്നേഹത്തെ പ്രതി സമർപ്പിക്കുവാൻ ഒരു നിമിഷം ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. ആ കുറുക്ക് വഴിയൊന്ന് ജീവിതത്തിൽ സ്വീകരിച്ചു നോക്കൂ. എന്തുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ സ്നേഹിക്കണം? ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ ഉൾക്കൊള്ളും. എല്ലാം ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അത് കുറുക്ക് വഴിയായി തീരുകയാണ്. അവിടുന്ന് ഇപ്രകാരം പറയുക, വിശുദ്ധ കൊച്ചു ത്രേസ്യ നല്ലൊരു ഉദാഹരണം നൽകുന്നുണ്ട്. പുറത്തുള്ള ഒരു ഫലം നൽകുന്ന നല്ലൊരു വൃക്ഷം, ഫലമില്ലാത്ത അവസരത്തിൽ ആ വൃക്ഷത്തിന് ഒരു ഭംഗിയുമില്ല. എന്നാൽ ഫലം അതിലായിക്കഴിയുമ്പോഴോ അത് മനോഹരമായ നല്ല മാധുര്യമുള്ള രുചിയുള്ള പഴം അതിൽ നിന്ന് ലഭിക്കും. പഴമില്ലാത്ത കാലത്ത് അതിനെ ശ്രദ്ധിച്ചാൽ വെറുപ്പ്, ഒരു ഭംഗിയില്ല, എന്തിനവിടെ നിൽക്കുന്നു എന്ന് തോന്നും. എന്നാൽ ഫലം നൽകും. ഇതാണ് ദൈവസ്നേഹത്തിൽ ആ ചാലിച്ച ഹൃദയമുള്ളവർ മറ്റുള്ളവരെ സമീപിക്കുക. അവർ സമീപിക്കുമ്പോൾ എന്താണ് അനുഭവപ്പെടുക? അവർക്ക് സൗന്ദര്യമില്ല, കുറ്റങ്ങളുണ്ട്, അവർക്ക് കുറവുകളുണ്ട്, അതാണ്. എന്നാൽ അതിൽ നിന്ന് ഫലം കിട്ടും. ദൈവം ഫലം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ദിവസം അത് ലഭിക്കും എന്ന ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ എത്രയോ മാധുര്യമായിരിക്കും. അതാണ് വിശുദ്ധയുടെ കുറുക്ക് വഴി, ശിശുത്വം. നമ്മുടെ ജീവിതത്തിൽ ഈ തിരുനാളിനോട് ചേർന്ന് നമുക്ക് ഹൃദയത്തിൽ എപ്പോഴും പാലിക്കേണ്ടത് ഈ കുറുക്ക് വഴികളാണ്. വിശുദ്ധ നമുക്ക് പകർന്നു തരുന്ന കുറുക്ക് വഴികൾ. അതിൽ എപ്പോഴും വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാത്തവർക്ക് കുറുക്ക് വഴി സൂക്ഷിക്കുവാൻ, ആ വഴിയിലൂടെ ലിഫ്റ്റിലൂടെ കയറിപ്പോകാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണവും വിശുദ്ധ നൽകുന്നുണ്ട്. തൻ്റെ ചെറുപ്പത്തിൽ താൻ കണ്ട ഒരു ദർശനം. വിശുദ്ധ കൊച്ചു ത്രേസ്യ വീടിന് പുറകിൽ നിൽക്കുന്നതായിട്ട് അവൾ കാണുകയാണ്. മരങ്ങളുണ്ട്. ഒരു മരത്തിനടുത്ത് ഒരു കുമ്മായ വീപ്പ, പൊക്കമുള്ളൊരു കുമ്മായ വീപ്പ. കുമ്മായ വീപ്പയുടെ മുകളിൽ ആരാണുള്ളത്? 2 കുട്ടി പിശാചുക്കൾ. പിശാചുക്കളുടെ കാല് എങ്ങനെയാണ്? ചുട്ടുപഴുത്ത തേപ്പ് പെട്ടി. അവർ ഓടിച്ചാടി കളിക്കുകയാണ് മെയ് വഴക്കത്തോടു കൂടി. പക്ഷെ വിശുദ്ധയെ കണ്ടതോടുകൂടി ഭയന്ന് ഈ കുട്ടി പിശാചുക്കൾ ഓടി ഒളിച്ചു. വിശുദ്ധ കൗതുകത്തോടു കൂടി പിൻവാങ്ങി. എന്നാൽ വീണ്ടും ഈ കുട്ടി പിശാചുക്കൾ വിശുദ്ധ പിൻവാങ്ങിയപ്പോൾ വീണ്ടും വീപ്പയുടെ പുറത്ത് കളിക്കുകയാണ്. എന്നാൽ വിശുദ്ധയുടെ മുഖം കാണുമ്പോൾ ഇവർ ഓടി ഒളിക്കുകയാണ് വെപ്രാളത്തോടു കൂടി. അതിനൊരു വ്യാഖ്യാനം വിശുദ്ധ നൽകുന്നത് ഇതാണ്: വിശുദ്ധമായ കൃപാവരത്തിൽ, പ്രസാദവരത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ തിന്മയുടെ ഒരു ശക്തിയും നമ്മുടെ അയൽവക്കത്ത് പോലും വരികയില്ല, നമ്മെ ഒരിക്കലും സ്വാധീനിക്കുകയില്ല, കീഴ്പ്പെടുത്തുകയില്ല. അതുകൊണ്ട് വിശുദ്ധ നമുക്ക് നൽകുന്ന കുറുക്ക് വഴി അതാണ്, ദൈവസ്നേഹം. എല്ലാം ദൈവസ്നേഹത്തെ പ്രതി ചെയ്തു നോക്കൂ. നമുക്ക് എളുപ്പത്തിൽ വിശുദ്ധിയിൽ വളരാൻ സാധിക്കും. വിശുദ്ധിയിൽ വളരുക എന്ന ലക്ഷ്യമില്ലാതെ നാം ജീവിച്ചാൽ ഈ കുറുക്ക് വഴികൾ നിസ്സാരമായിട്ട് തോന്നുകയുള്ളൂ. വിശുദ്ധ നൽകുന്ന വലിയ പാഠം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. വിശുദ്ധയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധയുടെ ജീവിതം നമുക്കൊരു പാഠപുസ്തകമാണ്. നാം മനഃപ്പാഠമാക്കണം, കാണാതെ പഠിക്കണം. അവളുടെ ജീവിതത്തിൽ പകർത്തണം. നമുക്ക് വിശുദ്ധരായി ജീവിക്കാം. മാമോദീസായിലൂടെ വിശുദ്ധരായി ജീവിക്കുവാനുള്ള വലിയ കടമ, ഉത്തരവാദിത്വം, ദൗത്യം
നമുക്ക് ഈശോ നൽകുന്നുണ്ട്. പിന്മാറാൻ സാധിക്കുമോ? ഒളിച്ചോടരുത്. മാലാഖമാർ നമ്മെ സഹായിക്കും. വിശുദ്ധ നമ്മുടെ കൂടെയുണ്ട്. സ്വർഗത്തിൽ നിന്ന് എന്നും പൂക്കൾ വർഷിക്കുന്ന വിശുദ്ധിയുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കാം. നിങ്ങളെയും നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും നിങ്ങളുടെ കുടുംബജീവിതവും സമർപ്പിത ജീവിതവും എല്ലാം വിശുദ്ധിക്ക് സമർപ്പിക്ക്. വിശുദ്ധ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥ്യം വഹിക്കും, പൂക്കൾ വർഷിക്കും. നമുക്കെന്നും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ നൽകും. എന്നും നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാം. വിശുദ്ധിയുടെ മാർഗം അവൾ കാണിച്ചു തന്ന കുറുക്ക് വഴികൾ നമുക്കും പിൻചെല്ലാം. വിശുദ്ധിയുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് വിശുദ്ധ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് പിതാവായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.